ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അഗെയിൻ. ഇന്ന് കാണിക്കുന്നത് കുക്കർ ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. ഇത് ഞാനിപ്പം ബീഫ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ സെയിം ടൈപ്പിൽ തന്നെ നമുക്ക് ചിക്കൻ വെച്ചിട്ടും ഉണ്ടാക്കാം. സാധാരണ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മസാലയും റൈസും സെപ്പറേറ്റ് പാത്രത്തിൽ ഉണ്ടാക്കിയിട്ട് പിന്നെ അത് ദം ചെയ്തെടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പം ഇതിൽ അങ്ങനെയല്ല, ഇത് മസാല ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ തന്നെ റൈസും ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു കുക്കർ അടുപ്പിൽ വെച്ച് നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ 1 ടേബിൾ സ്പൂൺ ഗീയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മെൽറ്റാക്കി ചൂടാക്കി എടുക്കാം. ഇതിലേക്ക് സ്പൈസസ് പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ചേർത്ത് കൊടുക്കാം. 2 വലിയ സവാളയും കൂടെ സ്ലൈസ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ പിസ്തയൊന്നും ഉണ്ടാക്കിയിടുന്നില്ല. മസാലയിൽ സാധാരണ ഞാൻ അങ്ങനെ ചേർക്കാറുണ്ട്, പക്ഷേ ഇതിൽ ഞാൻ അങ്ങനെ ചേർക്കുന്നില്ല. സവാള അത്യാവശ്യം നന്നായി വഴന്ന് കളറൊക്കെ മാറി വരണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഞാനിപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാളയുടെ കളർ അത്യാവശ്യം നന്നായി മാറി വന്ന് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ വരുമ്പം ഞാനിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 6ഓളം പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, 4 വെളുത്തുള്ളി എന്നിവ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. 1 മിനിറ്റോളം ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായി വഴന്ന് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 3 തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നല്ല വലിയ തക്കാളിയാണെങ്കിൽ 3 എടുക്കാം. അതെല്ലാം ചെറുതാണെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ എടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ചെറുതായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില, പുതിനയില, കറിവേപ്പില അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. അതേപോലെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ വറുത്ത ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർക്കുന്നുണ്ട്. പൊടിയാണെങ്കിൽ അത് ചേർത്താലും മതി. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സാക്കി വഴറ്റിയെടുക്കാം. പൊടികളുടെ ആ പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കഴുകി വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. 1/2 കിലോ ബീഫാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഉള്ളിയിലും തക്കാളിയിലും ഒക്കെ ചേർന്നിട്ട് ആ ബീഫ് നന്നായി ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ആദ്യം ഈ ഒരു ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. ബീഫ് ഇപ്പം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈരും 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. എല്ലാം കൂടെ മിക്സ് ആക്കിയതിന് ശേഷം ഞാനിപ്പം ബീഫ് മുങ്ങുന്ന കണക്കിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാധാ വെള്ളമാണ് ഒഴിച്ചത്. എന്നിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഈ ബീഫ് ഒരു 6-7 വിസിലിന് വേവിച്ചെടുക്കാം. ബീഫ് വേവുന്ന കണക്ക് നോക്കിയിട്ട് എത്രയാണോ വിസിലടുപ്പിക്കേണ്ടത് ആ വിസിലിന് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ബീഫ് വേവുന്ന സമയത്തേക്ക് ഞാൻ അരി കഴുകിയിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വെള്ളവും തിളപ്പിച്ച് വെക്കണം. ഈ ഒരു കപ്പിലാണ് ഞാൻ റൈസ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് കണക്കായിട്ട് 3 കപ്പ് വെള്ളം ഞാൻ തിളപ്പിക്കാനായി വെക്കുന്നുണ്ട്. കുക്കറിലായതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെ പറ്റൂല. വെള്ളം തിളപ്പിച്ചിട്ട് അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാനിപ്പം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൈസിന് വേണ്ടുന്ന ഉപ്പാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. തിളക്കട്ടെ. ആ സമയത്തേക്കും നമ്മുടെ കുക്കർ ഇതാ വിസിൽ വരുന്നുണ്ട്. അങ്ങനെ ഒരു 7 വിസിൽ വന്നു കഴിഞ്ഞാൽ കുക്കർ ഓഫ് ചെയ്യാം. അങ്ങനെ കുക്കർ 7 വിസിലടിച്ചപ്പം ഞാൻ പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് മൂടി തുറന്നത്. ഇനി ഇത് നമ്മുടെ മസാല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയൊന്നും കാണാനേ ഇല്ല. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ബീഫും നന്നായി വെന്തിട്ടുണ്ട്. അത്യാവശ്യം നെയ്യൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ബീഫൊന്നും നെയ്യ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഒരു നെയ്യ് ഞാനിപ്പം എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചങ്ങ് എടുത്ത് മാറ്റുന്നുണ്ട്. നമുക്ക് റൈസിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല മണവും ടേസ്റ്റും ആയിരിക്കും അപ്പം റൈസ്. ഞാനിപ്പം കുറച്ചങ്ങ് നെയ്യ് മാത്രമായിട്ട് കോരി മാറ്റുന്നുണ്ട്. ഇപ്പം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഏറ്റവും ലോ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ റൈസ് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പം ഞാൻ കഴുകി വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ള അരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഒരുപാടങ്ങ് മസാലയായിട്ട് മിക്സ് ആക്കരുത്. അപ്പം നമ്മുടെ ബിരിയാണിക്ക് പകരം ഇത് ഇറച്ചിച്ചോറ് പോലെ ആയിപ്പോവും. നമ്മൾ ഇറച്ചിച്ചോറ് വേറെ, ബിരിയാണി വേറെ ആണല്ലോ.
ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അരി ഇട്ട് ലെവൽ ചെയ്തതിന് ശേഷം ഇതിന് മുകളിൽ നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അത് ആ ചൂടോടുകൂടി തന്നെ റൈസിന്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കണം. മുകളിൽ മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. അതങ്ങ് ഇളക്കി കൊടുക്കാൻ നിൽക്കരുത്. അടിതൊട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇറച്ചിച്ചോറിന്റെ പരുവത്തിലായി പോവും. നമുക്ക് ബിരിയാണി അല്ലേ വേണ്ടത്. അപ്പം ഇതേപോലെ അങ്ങനെ മുകളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നെയ്യ് ഉണ്ടല്ലോ ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല. ഇത് ആ റൈസിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കുറച്ച് നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് ഒരു വിസിലിന് അടച്ചു വെക്കാം. അങ്ങനെ ഒരു വിസിൽ കഴിഞ്ഞ് പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ മൂടി തുറന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ബിരിയാണി വെന്ത് വന്നിട്ടുണ്ട്. ചോറ് അധികം കളറായിട്ടില്ല. ഇറച്ചിച്ചോറിന്റെ കളറായിട്ടില്ല. ഞാൻ ആ നെയ്യ് ഒഴിച്ചത് കൊണ്ടാണ് ഇത്രയും കളറ്. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ആ നെയ്യ് ഒഴിക്കൽ അതങ്ങ് സ്കിപ്പ് ചെയ്താൽ മതി. ഇനി ഇതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. അടി തൊട്ട് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ മസാലയൊക്കെ കാണാം. നല്ല അടിപൊളി മണമൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റുമാണ്. ബീഫും കൂടി ആയതുകൊണ്ട് സൂപ്പർ ടേസ്റ്റാണ്. വെള്ളത്തിന്റെ അളവൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് അരി അധികം കുഴഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പം എല്ലാവരും ഇതേപോലെ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണ്. ചിക്കൻ ആണെങ്കിൽ ഇത്രയും കുക്കിംഗ് ടൈം ഉണ്ടാവൂല. ചിക്കൻ ഒരു വിസിലൊക്കെ വേണ്ടി വരുള്ളൂ. ഞാനിപ്പം ബീഫ് ആയതുകൊണ്ടാണ് ഒരു 6-7 വിസിലൊക്കെ വന്നത്. അപ്പം എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി പുതിയ റെസിപ്പീസ് ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ. ടാറ്റാ.